2026 മാർക്കറ്റ് ഇടിഞ്ഞ് കൂപ്പുകുത്തുന്നത് പലതവണ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് വാങ്ങിയ ഏതെങ്കിലും സ്റ്റോക്കുകൾ വലിയ ലോസിൽ വിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഉറക്കം കിട്ടാത്തത് കൊണ്ട് എല്ലാ സ്റ്റോക്കും വിറ്റൊഴിവാക്കി മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാം എന്നുള്ള ഡിസിഷൻ എടുക്കണം എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആ ഒരു പോർട്ട്ഫോളിയോ റെഡ് ആകുമെന്നുള്ള പേടി മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് സമാധാനമില്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് വരുന്നുണ്ട്. നമ്മളൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്താണ് വലിയ പ്രതീക്ഷയോടെ നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 10-15 വർഷത്തേക്ക് കയ്യിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റോക്സ് ഒക്കെ ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ ബൈ ചെയ്യുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു റിസഷനോ ഒക്കെ വരുമ്പോൾ മാർക്കറ്റ് മൊത്തത്തിൽ താഴേക്ക് പോകുന്നത് നമ്മൾ പലപ്പോഴായിട്ട് കാണുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്റ്റോക്സ് ഒക്കെ ലോങ് ടൈമിലേക്ക് കയ്യിൽ വെക്കണം എന്ന് നമുക്കറിയാം. എന്നാലും ഇങ്ങനെയുള്ള ഒരു മാർക്കറ്റ് ക്രാഷ് വരുമ്പോൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മുഴുവൻ നഷ്ടപ്പെട്ടു പോവുകയാണ് എന്ന ഒരു ഭയം നമ്മളെ ഹോണ്ട് ചെയ്യും. അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? വെറുതെ ലോസ് സഹിച്ച് ഇരിക്കാനല്ലേ പറ്റൂ എന്ന് ചിന്തിക്കുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ മറ്റെന്ത് മാർഗമാണ് ഇതിന് നമുക്ക് ചെയ്യാൻ കഴിയുക? കയ്യിലുള്ള ഒരു സ്റ്റോക്ക് പോലും വിൽക്കാതെ നമ്മുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനെ തൊടാതെ തന്നെ ലോസ് തടയാൻ ഒരു സൂപ്പർ ട്രിക്ക് ഉണ്ട്. അതാണ് ഹെഡ്ജിങ്. പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, സംഭവം സിമ്പിൾ ആണ്. ഒരു ഇൻഷുറൻസ് എങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിലെ പെട്ടെന്നുണ്ടാകുന്ന നഷ്ടങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹെഡ്ജിങ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെയും സംരക്ഷിക്കും. അതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വീഡിയോയിൽ മാർക്കറ്റ് ഇടിയുമ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ എങ്ങനെ സേഫ് ആക്കാം എന്നതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ തരാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഹെഡ്ജിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ടെൻഷൻ ആകുന്ന ആൾക്കാർ വീഡിയോ അവസാനം വരെ കാണുക. ഇത് ട്രേഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഏതോ ഒരു വലിയ സംഭവമാണ് ഹെഡ്ജിങ് എന്ന് കരുതുന്നവർക്കൊക്കെ ഒരു വലിയ മുതൽക്കൂട്ടാവും. ബേസിക് ഐഡിയ മനസ്സിലാക്കുക, സേഫ് ആയിട്ട് മുന്നേറുക. നമ്മളൊരു കാറിന് ഇൻഷുറൻസ് എടുക്കുന്ന പോലെയാണ്. നാളെ ഉറപ്പായിട്ടും ആക്സിഡന്റ് ഉണ്ടാകും എന്ന് കരുതിയൊന്നുമല്ല നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ വരാനിരിക്കുന്ന ഒരു വലിയ ഫിനാൻഷ്യൽ ലോസ് ഒഴിവാക്കാനാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എല്ലാ വർഷവും ഒരു ചെറിയ തുക നമ്മൾ അതിനായിട്ട് നീക്കി വെക്കുകയും ചെയ്യും. ഒരുപക്ഷെ ആക്സിഡന്റ് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ആ ഒരു പ്രീമിയം എമൗണ്ട് നമുക്ക് ലോസ് ആണ്. പക്ഷെ വലിയ ആക്സിഡന്റ് ഉണ്ടായാൽ ആ ഒരു ചെറിയ പ്രീമിയം നമ്മളെ ലക്ഷക്കണക്കിന് രൂപയുടെ ലോസിൽ നിന്ന് സംരക്ഷിക്കും. ഈ ലോജിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉപയോഗിക്കുന്നതന്നെയാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപയുടെ സ്റ്റോക്സ് ഉണ്ട്. അടുത്ത 1-2 മാസത്തിനുള്ളിൽ മാർക്കറ്റ് ഒരു 10% കറക്ഷൻ ഉണ്ടായാൽ നിങ്ങൾക്ക് ഒരു 10,000-20,000 രൂപ വരെ ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഹെഡ്ജ് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ഇതിനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ പേടിച്ചതുപോലെ തന്നെ മാർക്കറ്റ് ഇടിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ പോർട്ട്ഫോളിയോയിൽ ലോസ് വരുമ്പോൾ നിങ്ങൾ എടുത്തു വെച്ച ഈ ഒരു ഹെഡ്ജിങ് പൊസിഷൻസ് നിങ്ങൾക്ക് പ്രോഫിറ്റ് തരും. ഈ പ്രോഫിറ്റ് നിങ്ങളെ പോർട്ട്ഫോളിയോ ലോസിനെ ഒരു പരിധി വരെ കവർ ചെയ്യും. നിങ്ങൾ വിചാരിച്ചതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ മെയിൻ പോർട്ട്ഫോളിയോക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. പക്ഷെ ഹെഡ്ജ് ചെയ്യാനായിട്ട് ചെലവാക്കിയ ഒരു ചെറിയ എമൗണ്ട് ലോസ് ആകും, അല്ലെങ്കിൽ ആ ഒരു പ്രീമിയം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അപകടം നടന്നില്ലെങ്കിൽ പ്രീമിയം പോയി, നടന്നാൽ വലിയ ലോസ് ഒഴിവായി. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹെഡ്ജിങ്ങിന്റെ ലക്ഷ്യം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, പകരം വലിയ ലോസസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഞാനൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണ്, 10-15 വർഷത്തേക്കാണ് സ്റ്റോക്ക് വാങ്ങുന്നതെങ്കിൽ മാർക്കറ്റിൽ ഒരു ചെറിയ ഇടിവൊന്നും എന്നെ ബാധിക്കില്ല. പിന്നെ ഹെഡ്ജിങ്ങിനെ പറ്റി എന്തിനാണ് ഞാൻ ചിന്തിച്ച് തല പോയിക്കേണ്ടത് എന്ന് ആലോചിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോ ഇതൊരു വളരെ നല്ല ചോദ്യമാണ്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് കമ്പനിയുടെ ഫണ്ടമെന്റൽസ് നോക്കിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വർഷങ്ങൾ കൊണ്ട് കമ്പനി വളരുമ്പോൾ അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. എന്നാൽ ചില സാഹചര്യങ്ങൾ നമ്മുടെ കൺട്രോളിനപ്പുറത്താണ്. ഒരു യുദ്ധം, കൊറോണ, ഇതൊക്കെ പോലെയുള്ള ഒരു പാനിക് സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ മാർക്കറ്റ് മൊത്തത്തിൽ ഒരു 20-30% അല്ലെങ്കിൽ 40% വരെ താഴേക്ക് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അപ്പോ അങ്ങനെയുള്ള സമയങ്ങളിൽ സാധാരണയായിട്ട് എന്ത് സംഭവിക്കും? ഒന്നാമത് ഇമോഷണൽ ഡിസിഷൻസ്. നമ്മുടെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ ദിവസവും ഇടിഞ്ഞില്ലാതാകുന്ന കാണുമ്പോൾ എത്ര ധൈര്യമുള്ള ആളാണെങ്കിലും പേടിക്കുകയും, ഈ പേടി കാരണം മാർക്കറ്റ് ഏറ്റവും താഴെ നിൽക്കുന്ന സമയത്ത്, അതായത് വിൽക്കാൻ ഏറ്റവും മോശം സമയത്ത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വിറ്റുമാറും. പിന്നീട് മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയുമില്ല. അപ്പോ ആ ഒരു വലിയ പ്രശ്നം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. രണ്ടാമതായിട്ട് അവസരങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളതാണ്. മാർക്കറ്റ് വലിയ രീതിയിൽ ഇടിയുമ്പോൾ നല്ല കമ്പനികളുടെ സ്റ്റോക്സ് വളരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ ക്യാപിറ്റൽ മൊത്തമായിട്ട് ഏതൊക്കെയോ സ്റ്റോക്കുകളിൽ ബ്ലോക്ക് ആയി കിടക്കുകയാണെങ്കിൽ ഈ ഒരു അവസരം മുതലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പോർട്ട്ഫോളിയോയുടെ വാല്യൂ ഇടിയും എന്നുള്ളതാണ്. 10 ലക്ഷം രൂപയുടെ പോർട്ട്ഫോളിയോ 40% ഇടിഞ്ഞാൽ 6 ലക്ഷമായിട്ട് മാറും. അപ്പോ ഈ ഒരു നഷ്ടം നിങ്ങളുടെ ഗോൾസിനെ വളരെ പുറകിലേക്ക് കൊണ്ടുപോകും. ഇവിടെയാണ് ഹെഡ്ജിങ്ങിന്റെ പ്രസക്തി കയ്യിലുള്ളത്. കയ്യിലുള്ള സ്റ്റോക്സ് വിൽക്കാതെ തന്നെ ഈ ഒരു വലിയ വീഴ്ചകളിൽ നിന്ന് നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഒരു ടെമ്പററി പ്രൊട്ടക്ഷൻ നൽകാൻ ഹെഡ്ജിങ്ങിന് പറ്റും. മാർക്കറ്റ് ഇടിയുമ്പോൾ ലോസ് കുറയ്ക്കാനും തിരിച്ചു കയറുമ്പോൾ ആ നേട്ടം നഷ്ടപ്പെടാതിരിക്കാനും സഹായിക്കുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഹെഡ്ജിങ് ചെയ്യുന്നത് എന്ന്
എന്നുള്ളതാണ് നമ്മളുടെ $1,000,000 ക്വസ്റ്റ്യൻ. നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ചില വഴികളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായിട്ട് പുട്ട് ഓപ്ഷൻസ് വാങ്ങുക എന്നുള്ളതാണ്. ഹെഡ്ജിങ്ങിന് ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണവും പവർഫുള്ളുമായിട്ടുള്ള ഒരു ടൂളാണ് പുട്ട് ഓപ്ഷൻ. അപ്പോൾ എന്താണ് പുട്ട് ഓപ്ഷൻ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പുട്ട് ഓപ്ഷൻ വാങ്ങിയാൽ ഒരു നിശ്ചിത സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ് ഒരു നിശ്ചിത വിലയ്ക്ക്, അത് നമുക്ക് അതിനെ സ്ട്രൈക്ക് പ്രൈസ് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നിശ്ചിത തീയതിക്കുള്ളിൽ വിൽക്കാനുള്ള ഒരു റൈറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ശ്രദ്ധിക്കുക, ഇതൊരു റൈറ്റ് ആണ്, ഒരു ഒബ്ലിഗേഷൻ അല്ല. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു കമ്പനിയുടെ 100 സ്റ്റോക്സ് ഉണ്ട്. ഇപ്പോഴത്തെ വില 1000 രൂപയാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ടോട്ടൽ വാല്യൂ 1,00,000 രൂപയാണ്. അടുത്ത ഒരു മാസത്തിനുള്ളിൽ മാർക്കറ്റ് ഇടിയാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നു. സ്റ്റോക്സ് വിൽക്കാൻ താല്പര്യവുമില്ല. ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ സ്റ്റോക്കിന്റെ 950 രൂപ സ്ട്രൈക്ക് പ്രൈസ് ഉള്ള പുട്ട് ഓപ്ഷൻ വാങ്ങാം. ഇതിനായി നിങ്ങളൊരു പ്രീമിയം കൊടുക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഒരു സ്റ്റോക്കിന് 20 രൂപ എന്ന നിലയിൽ 100 സ്റ്റോക്സിന് 2000 രൂപ പ്രീമിയം കൊടുത്ത് ഈ ഒരു പോളിസി അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ വാങ്ങി വയ്ക്കുകയാണ്. ഒരു മാസത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ, മാർക്കറ്റ് ഇടിയുകയാണ്. സ്റ്റോക്കിന്റെ വില 1000 രൂപയിൽ നിന്ന് 850 രൂപയായിട്ട് മാറി. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ ലോസ് 1000 മൈനസ് 850 ഇൻറ്റു 100, അതായത് 15,000 രൂപ ലോസ് നിങ്ങൾക്കുണ്ടായി. പക്ഷെ നിങ്ങളുടെ കയ്യിൽ 950 രൂപയുടെ പുട്ട് ഓപ്ഷൻ ഉണ്ട്. മാർക്കറ്റിൽ 850 രൂപ വിലയുള്ള സ്റ്റോക്ക് 950 രൂപയ്ക്ക് വിൽക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. പുട്ട് ഓപ്ഷനിലെ പ്രോഫിറ്റ് 950 മൈനസ് 850, അതായത് 100 രൂപയാണ്. അപ്പൊ അതിന്റെ ഒരു ലോട്ട് സൈസ് എന്ന് പറഞ്ഞാൽ 100 എണ്ണമാണ്. അപ്പോ 100 ഇൻറ്റു 100 10,000 രൂപ നിങ്ങൾക്ക് ഇവിടെ പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. പോർട്ട്ഫോളിയോയിലെ ലോസ് എന്ന് പറയുന്നത് 15,000 മൈനസ് ഇപ്പൊ ഓപ്ഷനിലെ പ്രോഫിറ്റ് 10,000 പ്ലസ് പ്രീമിയം, അങ്ങനെ 7,000 രൂപയാണ് നമുക്ക് ലോസ് ആയിട്ടുണ്ടാവുക. നമ്മൾ ഹെഡ്ജ് ചെയ്തില്ലായിരുന്നെങ്കിൽ 15,000 രൂപ പോകേണ്ട സ്ഥലത്ത് അത് 7,000 രൂപയായിട്ട് കുറയ്ക്കാൻ നമുക്ക് പറ്റി. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കാം. സ്റ്റോക്കിന്റെ വില 1000 രൂപയിൽ നിന്ന് 1,100 രൂപയായിട്ടുണ്ട്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ പ്രോഫിറ്റ് 10,000 രൂപ ലഭിച്ചു എന്ന് വെച്ചാൽ 1,100 രൂപയായി. 100 രൂപ ഇൻറ്റു 100 10,000 രൂപ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ലഭിച്ചു. ഈ സാഹചര്യത്തിൽ 950 രൂപയ്ക്ക് വിൽക്കാനുള്ള പുട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം മാർക്കറ്റിൽ 11,000 രൂപയ്ക്ക് വിൽക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് പുട്ട് ഓപ്ഷൻ വാങ്ങാനായിട്ട് ചെലവഴിച്ച 2,000 രൂപയുടെ പ്രീമിയമാണ്. അപ്പൊ നിങ്ങളുടെ ആകെ പ്രോഫിറ്റ് 10,000 മൈനസ് 2,000 8,000 രൂപയാണ്. അപ്പൊ ഇവിടെ ഒരു പുട്ട് ഓപ്ഷൻ സീറ്റ് ബെൽറ്റ് പോലെ പ്രവർത്തിച്ചു. അപകടം നടന്നപ്പോൾ പരിക്ക് കുറച്ചു. അപകടം നടന്നില്ലെങ്കിൽ ചെറിയൊരു കോസ്റ്റ് മാത്രം നിങ്ങൾക്ക് ചെലവാകുകയും ചെയ്തു. അപ്പൊ സ്ട്രാറ്റജി 2 ഇൻഡെക്സ് വെച്ച് നമ്മൾ ഹെഡ്ജ് ചെയ്യുക. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ 15-20 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഓരോന്നിനും പ്രത്യേകം പുട്ട് ഓപ്ഷൻ വാങ്ങുന്നത് വലിയ ചെലവുള്ള കാര്യമാണ്. അത് അത്ര എളുപ്പമാവില്ല. അവിടെയാണ് ഇൻഡെക്സ് ഹെഡ്ജിങ് നമുക്ക് രക്ഷയാകുന്നത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ പൊതുവെ മാർക്കറ്റിന്റെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നീങ്ങുന്ന ഒരു പോർട്ട്ഫോളിയോ ആണെങ്കിൽ, അതായത് നിഫ്റ്റി 50 ഒക്കെ പോസിറ്റീവായിട്ട് മൂവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ പോസിറ്റീവായിട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിഫ്റ്റി 50യുടെ പുട്ട് ഓപ്ഷൻ വാങ്ങിയിട്ട് നമുക്ക് ഹെഡ്ജ് ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് 5 ലക്ഷം രൂപയുടെ പോർട്ട്ഫോളിയോയെ സംരക്ഷിക്കാൻ അതിന് പ്രൊപ്പോർഷനേറ്റ് വാല്യൂ ഉള്ള നിഫ്റ്റി പുട്ട് ഓപ്ഷൻസ് വാങ്ങിയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് മൊത്തത്തിൽ ഇടിയുമ്പോൾ നിങ്ങളുടെ സ്റ്റോക്സിന്റെ വില കുറഞ്ഞാലും നിഫ്റ്റി പുട്ടുകളുടെ പ്രോഫിറ്റ് ഈ ലോസിനെ ഒരു പരിധിവരെ നികത്തുകയും ചെയ്യും. ഒറ്റ ട്രേഡ് കൊണ്ട് നിങ്ങളുടെ ഫുൾ പോർട്ട്ഫോളിയോയ്ക്ക് ഒരു കുട പിടിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഈ ഒരു പുട്ട് ഓപ്ഷൻ ഹെഡ്ജിങ്ങിലൂടെ സാധിക്കും. ഇനി നമുക്കൊരു ഡൈവേഴ്സിഫിക്കേഷൻ എന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് വരാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഹെഡ്ജിങ് ആണ്. എല്ലാ മുട്ടകളും ഒരു കുട്ടയിൽ വെക്കരുത് എന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ലോകത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഹെഡ്ജിങ് തന്ത്രമാണ് ഡൈവേഴ്സിഫിക്കേഷൻ. ഓപ്ഷൻ പോലെ കോംപ്ലിക്കേറ്റഡ് അല്ല. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒറ്റ സ്റ്റോക്കിലോ ഒറ്റ സെക്ടറിലോ നിർത്താതെ പലതിലായിട്ട് വിഭജിച്ച് നിക്ഷേപിക്കുന്നതിനാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ്? ഡിഫറന്റ് സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ രീതി. ബാങ്കിങ്, IT, ഫാർമ, FMCG, ഓട്ടോമൊബൈൽ എന്നിങ്ങനെ പല പല മേഖലകളിലായിട്ട് നമ്മൾ നിക്ഷേപം നടത്തുക. ഒരു സമയത്ത് IT സെക്ടർ മോശം പ്രകടനം നടത്തുമ്പോൾ ഫാർമ സെക്ടർ നല്ല പ്രോഫിറ്റ് തരും. നിങ്ങൾക്ക് പോർട്ട്ഫോളിയോയുടെ മൊത്തത്തിലുള്ള റിസ്ക് കുറയുകയാണ് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ഡിഫറന്റ് അസറ്റ് ക്ലാസുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള മറ്റൊരു മെത്തേഡ് ഉണ്ട്. സ്റ്റോക്കുകളിൽ മാത്രം നിക്ഷേപിക്കാതെ ഗോൾഡ് ETF അല്ലെങ്കിൽ ഡെപ്റ്റ് ഫണ്ട്, റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ മറ്റ് ക്ലാസുകളിലും ഒക്കെ ആയിട്ട് നമുക്ക് പണം നിക്ഷേപിക്കാം. സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഗോൾഡിന്റെ വില മുകളിലേക്ക് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഒരു ചെറിയ ഭാഗം സ്വർണം കൂടിയുണ്ടെങ്കിൽ അതും നല്ലൊരു മാർഗം തന്നെയാണ്. സാധാരണക്കാരായിട്ടുള്ള നിക്ഷേപകർക്ക് തുടങ്ങാൻ പറ്റിയ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു ഹെഡ്ജിംഗ് രീതി ആ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ തന്നെയാണ്. ഹെഡ്ജിംഗ് ഒരു പ്രൊട്ടക്ഷൻ ആണെങ്കിലും ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇനി കോസ്റ്റ് എന്താണ്? ഹെഡ്ജിംഗ് ഫ്രീ അല്ല. ഓപ്ഷൻ വാങ്ങുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രീമിയം ഒരു ചെലവാണ്. മാർക്കറ്റ് നിങ്ങൾ വിചാരിച്ച പോലെ നീങ്ങിയില്ലെങ്കിൽ ഈ പ്രീമിയം തുക മുഴുവനായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഹെഡ്ജ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ലോങ് ടേം റിട്ടേൺസിനെ നല്ലപോലെ കുറയ്ക്കും. അതല്ല മാർക്കറ്റിൽ വലിയൊരു ഇടിവ് വരാൻ സാധ്യതയുണ്ട് എന്ന് ഉറപ്പാകുമ്പോൾ മാത്രം ഹെഡ്ജിങ്ങിനെ കുറിച്ച് ചിന്തിക്കും.
അതുപോലെ തന്നെ കോംപ്ലക്സിറ്റി, ഓപ്ഷൻ ട്രേഡിംഗിൽ പ്രീമിയം, സ്ട്രൈക്ക് പ്രൈസ്, എക്സ്പയറി, ടൈം ഡീക്കെ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സമയത്തിനനുസരിച്ച് ഓപ്ഷന്റെ വില മാറുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും ക്ലിയർ ആയിട്ട് പഠിക്കാതെ ഓപ്ഷൻസ് വാങ്ങുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മാർഗം നന്നായിട്ട് പഠിച്ച് മാത്രം ചെയ്യുക. ഇതൊരു പ്രഡിക്ഷൻ അല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹെഡ്ജിങ് എന്നാൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്ന് പ്രവചിക്കാനുള്ള ഒരു കഴിവല്ല, മറിച്ച് എന്ത് സംഭവിച്ചാലും നമ്മുടെ ലോസ് ഒരു പരിധിയിൽ നിർത്താനുള്ള ഒരു മുൻകരുതലാണ്. പഠിച്ചിട്ട് മാത്രം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്വന്തം പണം ഉപയോഗിച്ച് ഹെഡ്ജിങ് തുടങ്ങുന്നതിന് മുമ്പ് പേപ്പർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക. വിർച്വൽ മണി ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് പഠിക്കുമ്പോൾ നല്ല ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കയ്യിലുള്ള സ്റ്റോക്സ് വിൽക്കാതെ മാർക്കറ്റിന്റെ ഇടിവിൽ നിന്ന് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഇൻഷുറൻസ് പോലത്തെ ഹെഡ്ജിംഗ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. പുട്ട് ഓപ്ഷൻ വാങ്ങി ഒരു സ്റ്റോക്കിനെയോ അല്ലെങ്കിൽ മുഴുവൻ പോർട്ട്ഫോളിയോയോ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയത്. പല സെക്ടറുകളിലും സ്വർണം പോലെയുള്ള മറ്റ് അസറ്റുകളിലും ഇൻവെസ്റ്റ് ചെയ്ത് ഡൈവേഴ്സിഫൈ ചെയ്ത് റിസ്ക് കുറയ്ക്കാനുള്ള എളുപ്പമുള്ള വഴി കൂടി നമ്മൾ ഈ ഒരു ഹെഡ്ജിംഗിൽ നിന്ന് മനസ്സിലാക്കി. ഹെഡ്ജിംഗിന്റെ പ്രധാന ലക്ഷ്യം പ്രോഫിറ്റ് കൂട്ടുക എന്നതല്ല, നഷ്ടം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് കൂടി ഈ വീഡിയോ അയച്ചു കൊടുക്കാം. കൂടുതൽ പുതിയ മാർക്കറ്റ് ന്യൂസുകളും ഒക്കെ ആയിട്ട് ഇനി വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.